അപ്പം ഇന്ന് നിധിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എൻ്റെ അനിയൻ്റെ. അപ്പം അവൻ ഇപ്പം നാട്ടിലുണ്ട്. അപ്പം രാത്രി ഞങ്ങൾ ചുമ്മാ ഇപ്പം എന്തായാലും മീൻ പിടിക്കാൻ ഫിഷ് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് അവിടെ പോയേക്കാണ്. അപ്പം അവനെ നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ വന്നേക്കുവാണ്. അപ്പം ഞാൻ അവനൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവൻ മെനങ്ങാൻ ഇതുവരെ ടൗണിൽ കൂടെ പോയി പറഞ്ഞു നീതും അവിടുന്ന് ഷൂ എടുക്കണം, പോണതിന് മുന്നിട്ട് ഷൂ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അറിയാണ്ട് ഞാൻ കടയിൽ വന്നിട്ട് ഒരു ഷൂ എടുത്തിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു ബാംഗ്ലൂരുള്ള. അപ്പോൾ അവന്മാർ പറഞ്ഞു അത് വേണ്ട ചേച്ചി, അത് അവൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന്മാരുടെ സജഷനിൽ ഒരു ഷൂ എടുത്തിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ചുമ്മാ പുറത്ത് പോയിട്ട് 12 മണിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചീനെയും കൂടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കണമല്ലോ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കണം. അവനറിയത്തില്ല. അപ്പോൾ രാത്രി 12 മണിക്ക് ചുമ്മാ കേക്ക് കട്ട് ചെയ്യുമ്പം ഈ സാധനം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കും കേട്ടോ. അവൻ ഇനി കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവനെ സർപ്രൈസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിധിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ചുമ്മാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിധി ഞാനും ദേവന്മാരൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് പുറത്ത് പോകാം, കറങ്ങാലോ, ഫുഡ് അടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. നിധിയൊക്കെ ഇതേ സാധനം വാങ്ങിക്കാൻ വേണ്ടി അവിടെ ഒരു കടയിൽ പോയേക്കുവാണ്. പക്ഷെ കേക്കൊന്നും വാങ്ങിച്ചില്ല. ഞാൻ ചോദിച്ചിട്ട് കിട്ടിയതും ഇല്ല. എപ്പോഴും ഇല്ല, എപ്പോഴും ഉള്ളത് ഞാൻ പ്ലാൻ ചെയ്തില്ല. ആ സമയത്ത് ചോദിക്കുമ്പോൾ കിട്ടത്തുമില്ല. ഇപ്പം അവിടെ കണ്ട് കേക്കിൻ്റെ കടയുള്ള സ്ഥലത്ത് കൂടെ ഞങ്ങൾ പോകുന്നത്. അവിടെ കേക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. എന്താകുമെന്ന് അറിയത്തില്ല. ഷൂ ഉണ്ട്, ഷൂവും കൊടുക്കണം. ഇല്ലെങ്കിൽ ഷൂ മാത്രം കൊടുക്കും, എന്നിട്ട് അവിടുന്ന് 2 സ്റ്റെപ്പ് ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നിധി. അപ്പോൾ ഗയ്സ് 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ. നിധിയുടെ ഫേസ് കാണിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു നിധി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നിധിയുടെ ഹാപ്പി ബർത്ത്ഡേ കേക്ക്. ഇത് ഓ എടുക്കി. സമയം 12 മണിയായി. അപ്പം ഗൈസ് ഇങ്ങോട്ടോ ഫ്രണ്ടിൽ വാ, നമുക്ക് ഇവിടെ കേക്ക് കട്ട് ചെയ്യാം. കമോൺ ഗൈസ്. അല്ല അത് തന്നെ, അതാ നല്ലത്. വെട്ടം കൂടെ കിട്ടട്ടെ. കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ സുബി കേറിക്കടാ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. എന്നാ നിന്റെ ബർത്ത്ഡേ ആയിട്ട് ചെറിയ കഴിച്ചോ? ബർത്ത്ഡേ ആയിട്ട് അവൻ്റെ ഒരു സ്പെഷ്യൽ ചെറിയ നല്ലതോ അവൻ്റെ ചെറിയൊക്കെ ഞാൻ എടുക്കും. അയ്യോ അതുണ്ട്. കേക്ക് മുറിച്ച് കഴിച്ചോ? ഹാപ്പി ആയാ? കണ്ണൂട്ടി പിടിക്കൊരു സർപ്രൈസ് ഉണ്ട്. കമോൺ. അല്ല കുറച്ച് അടുത്തിട്ടോ, കണ്ണൂട്ടി പിടിച്ചോ. നീ തന്നെ കണ്ണൂട്ടണേ. എനിക്ക് ഇഷ്ടപ്പെടുവാന്നൊന്നും എനിക്ക് അറിയത്തില്ല. അടിപൊളി. നിധിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അടിപൊളിയായിട്ട് കൊള്ളായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കമോൺ. അരുൺ കൃഷ്ണൻ കേക്ക് തന്നെ. അരുൺ കൃഷ്ണൻ, വിച്ചപ്പൻ, സുവി, സാക്ഷികുമാർ. കുറച്ച് കേക്കും. വിച്ചപ്പൻ നിധിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണ്. Happy birthday. Happy birthday to me, Kamanda. പട്ടം കിട്ടാത്ത കോഴിക്ക് നമ്മൾ പട്ടം വെച്ചിരിക്കും. ചെറുക്കിന് പട്ടം നമ്മൾ വെച്ചു കൊടുക്കും. ഡീലൊന്നുമില്ല. ആ ഇരിപ്പുണ്ടത് കാണട്ടെ, എന്തൊരു ഓമനിച്ച മുഖം എന്ന് നോക്കി. നിനക്ക് ചെറിയൊരു പട്ടം തരുന്നുണ്ട്. എന്റെ നന്ദിപ്പോഴാ ഇവിടെയുള്ള എല്ലാ കോഴികളാണ്. ഞാനൊരു കോഴി ഏതായിരിക്കണേ? എടുത്തു.
ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ യെല്ലോ ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത് അതവൻ എടുത്തില്ലെന്ന്. അങ്ങനെ മറ്റേത് എടുത്തത്. അതിപ്പോൾ പിന്നെ വന്ന് മാറാൻ വന്നത്. അഞ്ച് ഇല്ല കൊള്ളാം. അപ്പം നിധിയുടെ ബർത്ത്ഡേയുടെ ബാക്കി പരിപാടിയായിട്ട് ഞങ്ങൾ പപ്പ അമ്മ ഞാനും നിധിയും കൂടെ ഒന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ മാരാരിയുടെ അവിടെ ഒരു കാസ മാരാരി എന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു ദിവസം അവൻ പോണതിന് മുന്നേ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ എന്നോർത്ത് ഇവിടെ വന്നേക്കുവാണ്. നൈസായിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. നിധിയുടെ ബർത്ത്ഡേ ഡേ മാത്രമല്ല ബർത്ത്ഡേ വീക്ക് ഫുൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തല്ലേ. ബാംഗ്ലൂരിൽ നിന്ന് ബർത്ത്ഡേക്ക് 2 ആഴ്ച ലീവ് എടുത്ത ബർത്ത്ഡേക്ക് വന്നത്. ഇനിയിപ്പം തിരിച്ച് റിട്ടേൺ കയറ്റി വിടുവാണ്. അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് മതി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം ബൈ ബൈ.